ഓസ്റ്റിയോ ആർത്രൈറ്റിസ് 2 മിനിറ്റ് കൊണ്ട് പറയാം. എന്തുവാ ഡെഫിനിഷൻ? ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ്. ഇൻഫ്ലമേറ്ററി ആണോ? അല്ല. ഇനി റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വയസ്സാവുന്നു, പോസ്റ്റ് മെനോപോസൽ ഫീമെയിൽ, ഒബീസിറ്റി, പിന്നെ പ്രീവിയസ് ജോയിൻറ്റ് ഇഞ്ചറിയോ അല്ലെങ്കിൽ കൺജനൈറ്റൽ ഡിഫോമിറ്റിയോ. പത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ കോമൺലി അഫക്റ്റഡ് ജോയിൻറ്റ് പറയാം. മുട്ട്, നീ ജോയിൻ്റ് ആണ് കോമൺലി അഫക്റ്റഡ്. പിന്നെ ഹിപ്പ് വരാം, സ്പൈൻ വരാം, ഹാൻഡ് വരാം. ഇനി പത്തോജെനിസിസ്, ഇപ്പം മുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാർട്ടിലേജ് രണ്ടും ഡീജനറേറ്റ് ആവും. അപ്പോൾ അവിടെ ഉള്ള ബോൺ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് ജോയിൻറ്റ് സ്പേസ് നാരോ ആയിട്ട് ഒരസെല് വരും. ആ ഒരസെല്ലിൽ സ്ക്ലീറോസ് ഉണ്ടാവും അവിടെ. ആ സ്ക്ലീറോസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ പുതിയ ബോൺ ഫോം ചെയ്ത് അത് ഓസ്റ്റിയോഫൈറ്റുകളായിട്ട് മാറും. അത് നമുക്ക് എക്സ്റേയിൽ കാണാം. ഈ ഓസ്റ്റിയോഫൈറ്റ് അവിടുന്ന് മാറി ലൂസ് ബോഡീസ് ആയിട്ട് ജോയിൻറ്റിൽ കിടക്കും. അപ്പോൾ നമുക്ക് നേരെ റേഡിയോഗ്രാഫി നോക്കിയാലോ. അതിൻ്റെ കോഡാണ് ലോസ്, L4 ലോസ് ഓഫ് ജോയിൻറ്റ് സ്പേസ്, അസിമെട്രിക്കലായിട്ടാണ് മാറുന്നത്. ഇനി L4 ലൂസ് ബോഡീസ്. ഇനി O ഓസ്റ്റിയോഫൈറ്റ്, S4 സ്ക്ലീറോസിസ്, പിന്നൊരു S സബ് കോണ്ടൽ സിസ്റ്റ്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. വേദനയായിട്ടായിരിക്കും പേഷ്യൻ്റ് വരിക. മോർണിംഗ് സ്റ്റിഫ്നെസ് കാണും. അത് 30 മിനിറ്റ് താഴെ ആയിരിക്കും. 1 മണിക്കൂറിന് മേളിലാണെങ്കിൽ അത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ ജോയിൻ്റ് അനക്കുമ്പോൾ റേഞ്ച് ഓഫ് മോഷൻ കുറവായിരിക്കും. അതിനോടൊപ്പം ഒരു സൗണ്ടും കേൾക്കുക. അതാണ് ക്രെപ്പിറ്റസ്. ഇനി ഹാൻഡിലാണെങ്കിൽ 2 നോഡായിരിക്കും. ഒന്ന് ഹെബർണസ് നോഡും ബൗച്ചാർട്സ് നോഡും. ഇത് കോഡ് പറയാം ഇത് എവിടെയാണ് ഉള്ളതെന്ന്. PIP എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ ഇൻ്റർഫലൻജിയൽ ജോയിൻറ്റ്. ആ P ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ B ആവും. അപ്പോൾ ബൗച്ചാർട്സ് നോഡ്സ് PIPയിലാണുള്ളത്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ DIP അതായത് ഡിസ്റ്റൽ ഇൻ്റർഫലൻജിയൽ ജോയിൻറ്റ് അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ മാത്രമായിരിക്കും അഫക്റ്റ് ആകുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അത് സ്പെയർഡ് ആയിരിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ലാബ് ഫൈൻഡിങ്സ് ISR ഒക്കെ നോർമൽ ആയിരിക്കും. റുമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും. ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ട്രീറ്റ്മെൻറ്റ് ആദ്യം കൺസർവേറ്റീവായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക, ഫിസിയോതെറാപ്പി, വാക്കിംഗ് വിത്ത് സപ്പോർട്ട്. ഇനി മെഡിക്കേഷൻ ആണ് പറയുന്നതെങ്കിൽ NSAIDs, പിന്നെ കാർട്ടിലേജിൻ്റെ പ്രശ്നമായതുകൊണ്ട് കാർട്ടിലേജ് പ്രൊട്ടക്റ്റേഴ്സ്, ഗ്ലൂക്കോസാമിൻ, കോൺട്രോട്ടിൻ സൾഫേറ്റ് ഒക്കെ കൊടുക്കാം. ഇനി ലൂബ്രിക്കേഷനായിട്ട് ഇൻട്രാ ആർട്ടിക്കുലർ ഹൈൽഡ്രോണിക് ആസിഡ്. ഇനി സർജിക്കലി ആ ലൂസ് ബോഡീസ് വാഷ് ചെയ്ത് കളയുന്നതാണ് ആർത്രോസ്കോപ്പി. പിന്നെ ആദ്യം മീഡിയൽ എൻഡിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ വാരസ് വരും. അത് മാറ്റാൻ വേണ്ടി നമ്മൾ മീഡിയൽ ഓപ്പണിംഗ് വെഡ്ജ് ഓസ്റ്റിയോട്ടമി ചെയ്യും. പിന്നെ അവസാനത്തെ ഇതാണ് ആർത്രോപ്ലാസ്റ്റി. ഒന്നെങ്കിൽ ഒരു സൈഡിലെ മാത്രം ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഹിപ്പിലാണെങ്കിൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റും ചെയ്യാം. ഇനി MCQ നോക്കിക്കേ. റിസ്ക് ഫാക്ടർ എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. 58 ഏജ്, ഒബീസ്, ഫീമെയിൽ, മുട്ട് പെയിനാണ്. എന്താ എക്സ്റേയിൽ എന്തായിരിക്കും കാണുന്നത്? സിമെട്രിക്കൽ ജോയിൻറ്റ് സ്പേസ് നാരോയിങ് ആണോ? അല്ല, അസിമെട്രിക്കൽ. അപ്പോൾ ഇതല്ല. അപ്പോൾ എന്തോ ഇനി ഓസ്റ്റിയോഫൈറ്റ്. മോസ്റ്റ് കോമൺ ജോയിൻ്റ് ഏതാ? നീ ജോയിൻറ്റ്.